ഹണി റോസ് ബോച്ചയ്ക്കെതിരെ, അതായത് ബോബി ചെമ്മണ്ണൂരിനെതിരെ കൊടുത്ത കേസിൽ കാര്യങ്ങൾ കുറച്ച് കുരുക്കാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യാൻ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഉടൻ നോട്ടീസ് നൽകും. സെൻട്രൽ ACP ജയകുമാറിന്റെ മേൽനോട്ടത്തിൽ 10 പേരുടെ അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും ധന്യ ഷിജിം വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്റെ പേര് ധന്യ ഷിജിൻ. അങ്ങനെ കേരളത്തിൽ ഒരു വൻ മരം കടപുഴകി വീണിരിക്കുകയാണ് താൽക്കാലികമായിട്ട്. എന്തായാലും ബോച്ച എന്നറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂര് അറസ്റ്റിലായിരിക്കുകയാണ്. ഇതുപോലൊരു ആഭാസൻ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു വഷളൻ എത്രയും വേഗം അറസ്റ്റിലാവണേ എന്നുള്ളത് ഒരുപാട് പ്രേക്ഷകര് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പേര് വ്യക്തമാക്കിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബോച്ചയുടെ പേര് വ്യക്തമാക്കിക്കൊണ്ട് ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എറണാകുളം സ്റ്റേഷനിൽ കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു അറസ്റ്റിലായി എന്നുള്ള ഒരു വാർത്ത വരുന്നത്. എന്തായാലും വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം പേര് വ്യക്തമാക്കിക്കൊണ്ട് ഇനിയും ആരെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള കമന്റുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ പേര് സഹിതം പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചധികം ആളുകൾക്കെങ്കിലും ആ ഒരു ഭയം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഹണി റോസിന്റെ ഈ ഒരു അറ്റംപ്റ്റിനെ വളരെയധികം അഭിനന്ദിക്കണം. സോ എന്തായാലും ഒരു കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ പണത്തിന്റെ ആ ഒരു അഹങ്കാരം കൊണ്ട്, പണത്തിന്റെ ഹുങ്ക് കൊണ്ട്, ഇപ്പൊ ഹണി റോസ് തന്നെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് നോക്കിക്കോളൂ, ഞാൻ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ വിശ്വസിച്ചോളാം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ പണം ഉള്ളത് കൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ അവസ്ഥ എന്താവും, അല്ലെങ്കിൽ പണത്തിന് മേലെ ഇനി മറ്റുള്ളവരെയും പിടിപാടുകളും അല്ലെങ്കിൽ ബലങ്ങളൊക്കെ വെച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ പുറത്തു വരുമോ എന്നുള്ളതൊന്നും നമുക്ക് ആർക്കും ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. കാരണം അത്രയും അധികം വലിയൊരു VIP ആണല്ലോ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം. അല്ലാതെ ഈ ഒരു വ്യക്തി സ്ഥിരമായിട്ട് അറസ്റ്റിലാകും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടും എന്നൊന്നും നമുക്ക് ആർക്കും അത് ആഗ്രഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ അതിനൊരിക്കലും വാശി പിടിക്കാനൊന്നും സാധിക്കുകയില്ല. അത്രയും വലിയൊരു വൻമരം തന്നെയാണ് ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. എന്തായാലും ഈ ഒരു വ്യക്തിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസുകള്. ദ്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല പരാമർശങ്ങളൊക്കെ ചേർത്തുകൊണ്ട് IT ആക്ട് പ്രകാരമൊക്കെയാണ് കേസ് എടുത്തിരിക്കുന്നത്. പക്ഷെ എന്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്താലും ബോച്ചയാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കുകയില്ല. സോ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ മീഡിയയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ അതൊന്ന് കേട്ടിട്ട് വരാം. നമുക്കിപ്പം ലൈനിലുണ്ട് ബോബി ചെമ്മണ്ണൂരുമായി നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ, ഗുഡ് ഈവനിങ് ബോബി ചെമ്മണ്ണൂർ. നമസ്കാരം. വെരി ഗുഡ് ഈവനിങ്. ബോബി ചെമ്മണ്ണൂർ കേസായല്ലോ, സ്ത്രീത്വത്തെ കേസ് IT ആക്ട് അടക്കം ഇട്ടിട്ടുണ്ട്. കുഴപ്പമാവോ? അറിയില്ല അതാണ്. അല്ല, ഇതിൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ? കേട്ടിരുന്നോ. അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചെമ്മണ്ണൂർ? അതിപ്പോ കുന്തി ദേവി എന്ന് പറയുകയുണ്ടായി. അത് 2 ഉദ്ഘാടനത്തിന് വന്നിരുന്നു നമ്മുടെ. അപ്പൊ അതില് ഞങ്ങള് മഹാഭാരതം റിലേറ്റഡ് ആയ കഥയുമായി ബന്ധപ്പെട്ടായിരുന്നോ താങ്കൾ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ എന്തെങ്കിലും ചടങ്ങോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില്, അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യമുള്ളത്. അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു, അതിന്റെ ഒരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി. പക്ഷെ അത് അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുള്ളായിരുന്നു. തുടർച്ചയായിട്ട് താങ്കൾ പറഞ്ഞല്ലേ, ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞോ? അല്ല, അതൊരു പ്രാവശ്യം പറഞ്ഞുള്ളൂ. പിന്നെ അടുത്ത ഇനാഗ്രേഷൻ ഇതുപോലെ വേറെ എന്തോ ഒരു കാര്യം പറയുകയുണ്ടായി. സോ ഈ ഒരു പ്രതികരണത്തിൽ പോലും തന്റെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള തെറ്റും സംഭവിച്ചിട്ടില്ല. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, തെറ്റിദ്ധാരണയാണ് ഹണി റോസിന്റെ എന്നുള്ള വ്യാജേനയാണ് ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂര് സംസാരിക്കുന്നത്. ഈ കുന്തി ദേവി എന്നുള്ളത് ഒന്നിലധികം തവണ 2-3 തവണ പറയേണ്ട ആ ഒരു പദപ്രയോഗം നടത്തേണ്ട ആവശ്യം വരുന്നുണ്ടോ എന്നുള്ളത് റിപ്പോർട്ടർ വീണ്ടും ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു പുച്ഛിച്ചുകൊണ്ടുള്ള ആ ഒരു ചിരി, അതാണ് നമുക്ക് സത്യത്തിൽ ഇതിൽ കാണാനായിട്ട് സാധിക്കുക. കാരണം താൻ അറസ്റ്റിലായാലും താൻ എന്തായാലും പുറത്തിറങ്ങുമെന്നുള്ള അഹങ്കാരമായിരിക്കാം ഒരുപക്ഷെ. പക്ഷെ ഇതിൽ കുറച്ചധികം വിനീതരായിട്ടൊക്കെ സംസാരിക്കുന്നത് പോലെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ച് മുൻപ് ഇത്തരത്തിൽ സംസാരിച്ചതാണെങ്കിൽ ഇതുപോലൊരു അറസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും. അനാവശ്യമായിട്ട് ഒരു വ്യക്തിയെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും അത്തരത്തിലുള്ള യാതൊരു നിലവാരവും ഇല്ലാത്ത ജോക്സ് പറയുമ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ആർക്കും അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല.
അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതുപോലെ നിയമവശങ്ങളുണ്ട്, നിയമപരമായിട്ട് ആളുകൾ മൂവ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന് മുൻപ് തന്നെ കുന്തിദേവി എന്നുള്ള ഒരു പരാമർശവുമായിട്ട് മുൻപൊരു കോൺട്രവേഴ്സി ഉണ്ടായ സമയത്ത് ഒരുപാട് പേര് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ്. അന്ന് മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയുന്നത് പോലെ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള മാപ്പ് പറച്ചിലോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള എക്സ്പ്ലനേഷനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് എന്തുകൊണ്ട് മാപ്പ് പറയാത്ത ഒരു വ്യക്തി ഈ ഒരു മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളോട് പറയുമ്പോൾ ഇത്രയും വിനീതനായി സംസാരിക്കുന്നു എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഏതൊരു വേദിയിലായാലും ബോബി ചെമ്മണ്ണൂരിന്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നിങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് ആ ഫംഗ്ഷൻസിലെല്ലാം തന്നെ അവിടെ യാതൊരു നിലവാരവും ഇല്ലാത്ത ഒരു തരത്തിലുള്ള തേർഡ് റേറ്റ് ജോക്കാണ് ഈ വ്യക്തി പറയുന്നത്. ഈ തേർഡ് റേറ്റ് ജോക്കിനെ സപ്പോർട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും കൈകൊട്ടി ചിരിക്കാനും മറ്റു കുറച്ച് വിവരമില്ലാത്ത വ്യക്തികളും അല്ലെങ്കിൽ ആളുകളും ഇപ്പൊ ഈ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ആ ഒരു വാർത്ത വരുമ്പോഴും അതിന് താഴെയും ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബോച്ചെ പുറത്തിറങ്ങും, ബോച്ച ഉയരാണ്, മറ്റുള്ളതാണ്, മറിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ചിന്താഗതി ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ചിന്തിക്കുന്ന കുറച്ചധികം അല്ലെങ്കിൽ കുറച്ച് തലക്കകത്ത് യാതൊരു വിവരവും ബോധവും ഇല്ലാത്ത കുറച്ചധികം ആളുകൾ ഉള്ളതാണ് ഈ ഒരു വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകളാണ് സത്യത്തിൽ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ഇതുപോലുള്ള ആളുകൾ ഈ ബോബി ചെമ്മണ്ണൂർ ചിന്തിക്കുന്ന ഇത്തരത്തിലുള്ള ടോക്സിസിറ്റി എല്ലാവരിലേക്ക് സ്പ്രെഡ് ചെയ്ത് അവിടെ തന്നെ വലിയൊരു രീതിയിലുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് അപമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഇതുപോലുള്ള ആളുകൾക്കെതിരെ ഇനിയും സൈബർ ലോകത്ത് നിന്നും എന്തായാലും പുതിയ അറസ്റ്റുകളും അല്ലെങ്കിൽ പുതിയ കേസുകളൊക്കെ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സോ എന്തായാലും ഹണി റോസ് പറയുന്നത് പോലെ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു കേസ് ഹണി റോസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്ഡേറ്റ് എന്നോണം അറസ്റ്റും ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ മാത്രമേ നിർവാഹമുള്ളൂ. കാരണം ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പണത്തിന്റെ ഹുങ്ക് കൊണ്ട് ആരെയൊക്കെ സ്വാധീനിക്കും അല്ലെങ്കിൽ ആരെയൊക്കെ കൈപ്പിടിയിലാക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതിനു മുൻപ് ഒരുപാട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തന്നെ ഒരുപാട് കേസുകളും അറസ്റ്റും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു വ്യക്തി ഈസി ആയിട്ട് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹണി റോസിന്റെ ഈ ഒരു പരാതിന്മേൽ ആ ഒരു വ്യക്തിക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഓരോ സ്ത്രീകളും അല്ലെങ്കിൽ ഓരോ പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കാരണം ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള ന്യായമായിട്ടുള്ള ശിക്ഷ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം ശിക്ഷ കിട്ടുന്നതിലൂടെ ഇതുപോലെ ചിന്തിക്കുന്ന ആളുകൾക്ക് കൂടിയുള്ള ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഈ നിയമവ്യവസ്ഥ ഇനി കൊടുക്കാനായിട്ട് പോകുന്നത്. സോ പ്രേക്ഷകർക്ക് എന്താണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഈ ഒരു അറസ്റ്റിനെ പറ്റി പറയാനുള്ളത്? നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ